ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പൈത്തൺ ബേസിക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ ഫങ്ഷൻസ് എന്നൊരു ടോപ്പിക്കാണ്. ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതും ഇതിൽ കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഫങ്ഷൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. മെയിൻ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ടോപ്പിക് ഞാൻ മിസ്സായിട്ടുണ്ട്. അത് പൈത്തണിലെ കമന്റ്സ് എന്നൊരു ടോപ്പിക്കാണ്. അത് ജസ്റ്റ് ഒന്ന് 1 to 2 മിനിറ്റ്സുള്ളിൽ ഞാനത് ഡിസ്കസ് ചെയ്യാം. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ആ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കോഡിന് അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും. പൈത്തണിലെ കമന്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് വെച്ചാൽ ഇപ്പം ഒരു പേർട്ടിക്കുലർ ലൈന് നമ്മൾ എന്തിനാ എഴുതുന്നുള്ളത് നമ്മളിപ്പം പഠിക്കുമ്പോൾ നോട്ട് ചെയ്യാറില്ലേ ചില കാര്യങ്ങൾ, അതേപോലെയാണ് പൈത്തൺ കമന്റ്സ് എന്ന് പറയുന്ന സംഭവം. ആ ഒരു സംഭവം ആ ഒരു കമന്റ് നിങ്ങൾ പൈത്തണിന്റെ ഔട്ട്പുട്ടിന് ഒരിക്കലും എഫക്ട് ചെയ്യില്ല. അത് ഏത് ലൈൻ ഓഫ് കമന്റ് ആയാലും, മൾട്ടി ലൈൻ ആയാലും സിംഗിൾ ലൈൻ ആയാലും ആ കമന്റ് നിങ്ങളുടെ പൈത്തണിന്റെ കോഡിനെ ഒരിക്കലും എഫക്ട് ചെയ്യില്ല. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചുതരാം. നമുക്ക് സിംഗിൾ ലൈൻ കമന്റ് എങ്ങനെ എഴുതാന്നില്ല നമുക്ക് നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാന് ഇപ്പൊ ഇത് ഇപ്പൊ ഈ ഒരു സെറ്റ് ഓഫ് കോഡ് എന്തിനാന്ന് വെച്ചാല് ഒരു ലിസ്റ്റിന്റെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കോഡ് മീൻ അല്ല, സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ്. അപ്പോൾ ഞാനിപ്പം ഈ ഒരു ഫയൽ ഞാൻ വേറൊരാൾക്ക് സെൻഡ് ചെയ്യുവാണ്. ഈ ഒരു പൈത്തണിന്റെ ഫയൽ വേറൊരാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ ആ യൂസർക്ക് പെട്ടെന്ന് ഈ ഒരു ലോജിക്ക് എന്തിനാ എഴുതിയെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മേ ബി ടൈം എടുക്കും, ഇത് എങ്ങനെയാണെന്നുള്ള സംഭവം നോക്കിയിട്ട്, കോഡ് വർക്ക് ചെയ്ത് നോക്കിയിട്ട്. സോ അതിലുപരി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മെൻഷൻ ചെയ്ത് ജസ്റ്റ് ഒരു നോട്ട് പോലെ നമുക്ക് എഴുതി കൊടുക്കാം. ഈ ഒരു താഴെ എഴുതിയ കോഡ് നമ്മൾ ലിസ്റ്റിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ജസ്റ്റ് എഴുതി കൊടുക്കും. സോ ആ യൂസർക്ക് എന്താകും, നമ്മൾ അയച്ചു കൊടുത്ത യൂസർക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഈവൻ നമ്മൾ ഈ സെയിം ഫയൽ നമ്മൾ കുറെ നാൾ കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്തിനാ എഴുതിയത്. അപ്പൊ അതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹാഷ് ടാഗ് ഇടും. ഓക്കെ, നമ്മൾ ഹാഷ് ടാഗ് ഇട്ടിട്ട് പിന്നെ നമുക്ക് എന്താണ് എഴുതേണ്ടത്, അതും സിംഗിൾ ലൈൻ ആണ്. ഈ ഒരു ഹാഷ് ടാഗ് ഇട്ട് എഴുതുന്നതാണ് സിംഗിൾ ലൈൻ കമന്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണ്ട എഴുതാം. ദിസ് ബിലോ കോഡ് യൂസസ് യൂസിങ് ടു ഫൈൻഡ് എന്ത് സം ഓഫ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഈ ഒരു നമ്മൾ ഈ ദിസ് ബിലോ കോഡ് യൂസ് ടു ഫൈൻഡ് സം ഓഫ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിന് ലിസ്റ്റ് സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കോഡ് ഞാനിപ്പോൾ ഈ ഒരു കോഡ് റൺ ചെയ്താൽ ഈ ഒരു ലൈൻ ഓഫ് കോഡ് ഈ ഒരു ഔട്ട്പുട്ടിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, എഫക്ട് ചെയ്യില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. കണ്ടോ, 45 എന്നുള്ളതാണ് അതിന്റെ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കോഡ് ഇതിനെവിടെയും എഫക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു കോഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു നമ്മൾ എഴുതിയ യൂസ് വെച്ചാൽ ഈ ഒരു ലൈൻ ഓഫ് കോഡ് എന്തിനാണെന്നില്ല മെൻഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ മൾട്ടി ലൈൻ വേണമെങ്കിൽ 6 എന്തിടുക, 6 ഇതേപോലത്തെ ഡബിൾ കോമ ഇടുക. അതിന്റെ അകത്ത് അഥവാ 3 ആ 3 എന്നുള്ളതിന്റെ ആ ഒരു ഡിവിഷന്റെ ബിറ്റ്വീനിലായിട്ട് എന്ത് എഴുതുക, നിങ്ങൾക്ക് വേണ്ട എന്ത് എഴുതാം. ഇവിടെ ഇപ്പം ഈ ഒരു ലൈൻ ഓഫ് കോഡ് നിങ്ങൾക്ക് മൾട്ടി ലൈൻ ആയിട്ട് എഴുതാൻ പറ്റും. കണ്ടോ? സോ ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ഒരു കോഡ് ഒരിക്കലും നമ്മളെ ഔട്ട്പുട്ടിന് ഒരിക്കലും എഫക്ട് ചെയ്യില്ല. ഇതാണ് സിംഗിൾ ലൈനും മൾട്ടി ലൈനും കമന്റ്സ്. സോ ഇത് നിങ്ങൾ എപ്പോഴും ഒരു സെറ്റ് ഓഫ് ലോജിക് നിങ്ങൾ കോഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടെ ജസ്റ്റ് ഇതേപോലെ ഒരു കമന്റ് യൂസ് ചെയ്തിട്ട് മൾട്ടി ലൈൻ ആയാലും സിംഗിൾ ലൈൻ ആയാലും അത് യൂസ് ചെയ്യുന്ന കുറച്ചും ബെറ്റർ ആയിരിക്കും. അത് ഫ്യൂച്ചറിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് കമന്റ് ഇൻ പൈത്തൺ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം, ഫങ്ഷൻസ് എന്നുള്ളത്. എന്താണ് ആക്ച്വലി ഫങ്ഷൻസ്? നമ്മൾ സ്കൂളിലൊക്കെ കുറെ പഠിച്ചിട്ടുണ്ട് ഫങ്ഷൻസ് ഉള്ളത്. y=f(x) എന്നും പറഞ്ഞ് നമ്മൾ കുറെ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആക്ച്വലി ലോജിക്കൽ നോക്കുമ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് തന്നെയാണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ അതിന്റെ കോഡിലേക്ക്, അതിന്റെ ഒരു ഡെഫിനേഷനിലേക്ക് ഞാൻ പറഞ്ഞ എ ഫംഗ്ഷൻ ഇസ് എ ബ്ലോക്ക് ഓഫ് കോഡ്. അത് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ലൈൻ ഓഫ് കോഡാണ്, അഥവാ ബ്ലോക്ക് ഓഫ് കോഡാണ്. ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ആ ഒരു ടാസ്ക് കൊണ്ട് അസൈൻ ചെയ്തതായിരിക്കും. അത് കണ്ടിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിം നമ്മൾ കൊടുക്കും. പിന്നെ നമുക്ക് ഈ ഒരു സെയിം ലോജിക് അഥവാ ഈ ഒരു സെയിം ടാസ്ക് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ തന്നെ എവിടെയെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും,
ഈ ലൈൻ എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യും. ഒരു ലൈനിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രാക്ടീസ് ഫംഗ്ഷൻ എന്ന സംഭവം. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ആ ഒരു ഫംഗ്ഷനിൽ സിംഗിൾ ലൈനിൽ എന്തായി അതിനെ കോൾ ചെയ്തു. ഇത് ആക്ച്വലി ഇപ്പോൾ എവിടേക്കാണ് ഇത് ആക്ച്വലി യൂസ് ആവുന്നുള്ളത് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മളിപ്പം ഈ ഒരു പ്രാക്ടീസിന്റെ ഫംഗ്ഷൻ ഈ അഥവാ എ ഇൻറ്റു ബി എന്നുള്ളത് അഥവാ എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് നമ്മൾ ഒരു തവണയെ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഫംഗ്ഷൻ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് എന്ത് ചെയ്യും, ദേ ആർ റിയലി യൂസ്ഫുൾ ഇഫ് യു ഹാവ് ഓപ്പറേഷൻ ദാറ്റ് നീഡ് ടു ബി ഡൺ റിപ്പീറ്റഡ്ലി. ഒരു പേഴ്സണൽ ആയിട്ട് ഒരു ടാസ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ട് തന്നെ കുറെ സ്ഥലങ്ങൾ കുറെ പൊസിഷനിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു എക്സാമ്പിൾ ഈ പ്രാക്ടീസ് ഫംഗ്ഷൻ തന്നെ നിങ്ങൾ പ്രൊജക്റ്റിൽ കുറെ സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ ഒരു സെയിം ഒരു ടാസ്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും, അതിനൊരു നെയിം കൊടുക്കും. എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു സെയിം ലോജിക് റൺ ചെയ്യേണ്ടത്, ആ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ഫംഗ്ഷനെ കോൾ ചെയ്യും. ഇതാണ് ആക്ച്വലി ഇവിടെ ഈ ഫംഗ്ഷൻസിന്റെ യൂസ് കേസിൽ വരിക. അഥവാ നമുക്ക് ഈ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 10 ലൈനിൽ ഒരു കോഡ് ഉണ്ട് വിചാരിക്കുക, അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിൽ തന്നെ 5 തവണ യൂസ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. ഇതിപ്പോ ഫംഗ്ഷൻ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു 5 പൊസിഷൻ 5 സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും ഈ 10 ലൈൻ ഓഫ് കോഡ് എഴുതും. അപ്പൊ എന്താകും, നിങ്ങളുടെ പ്രൊജക്റ്റിലെ ആ ലൈൻ ഓഫ് കോഡ് അതാ കോംപ്ലക്സിറ്റി കൂടും, സൈസ് മാക്സിമം കുറയ്ക്കല്ലേ ചെയ്യണ്ടേ, കുറച്ചുകൂടി ലൈൻ ഓഫ് കോഡ് കൂടും. ആ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 10 ലൈൻ ഓഫ് കോഡ് എന്ത് ചെയ്യും, നമ്മൾ ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റും. എന്നിട്ട് പിന്നെ ഈ 5 സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ആ ലൈൻ ഉണ്ടല്ലോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ നെയിം, അതിന് ജസ്റ്റ് കോൾ ചെയ്താൽ മതി സിംഗിൾ ലൈനിന്. ഇതാണ് എന്ത് നമ്മൾ ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോഴുള്ള യൂസ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത്, എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ എന്ന് വെച്ചാല് ഡിഫ്. ഈ പൈത്തണിലുള്ള ഒരു കീവേഡ് ആണ് ഡിഫ് എന്നുള്ളത്. ഈ ഒരു കീവേഡ് വെച്ചാണ് ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മളിപ്പം ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ ഫംഗ്ഷൻ എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു കീവേഡ്. ഇവിടെ എന്താണ് ഡിഫ്, ഡിഫൈൻ എന്നാണ്. ഇപ്പൊ ഡിഫ് ഫംഗ്ഷൻ നെയിം, നിങ്ങൾക്ക് ഒരു യൂണീക്ക് ആയിട്ട് ഫംഗ്ഷൻ നെയിം കൊടുക്കുക. അത് എന്താ വെച്ചാല് പിന്നീട് നിങ്ങൾക്ക് അതിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ബ്രാക്കറ്റ്, ഈ 2 ബ്രാക്കറ്റ് ഇടും, എന്നിട്ട് 2 ഡോട്ട് ഇടും. ഓക്കെ, ഈ 2 ബ്രാക്കറ്റിന്റെ അകത്ത് എന്തൊക്കെ ഡാറ്റ നിങ്ങൾക്ക് വേണം, ഈ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെ വേണം. ഈ ഒരു കോഡ് കണ്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇതിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വേണം, 2 നമ്പർ വേണം, എ ബി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 നമ്പർ വേണം. ആ 2 നമ്പറാണ് ഇവിടെ കൊടുക്കുക. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾക്ക് ഒരു നമ്പർ വേണമെങ്കിൽ ഒരു നമ്പർ, അത് നിങ്ങളുടെ ടാസ്കിനെ ബേസ് ചെയ്തിരിക്കും എന്തൊക്കെ ഡാറ്റ വേണം എന്നുള്ളത്. ആ ഒരു ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, ഇത് കൊടുക്കും. ഈ ഒരു എ ബിനെ പറയുന്ന പേരാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. എന്ത്? പാരാമീറ്റേഴ്സ്. ഓക്കെ, എയും ബിനെ പറയുന്നതാണ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ആ ഒരു വേർഡ്. ഓക്കെ, പിന്നെ ഈ ഒരു എ ബി അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യും. അതിനുശേഷം ആ കിട്ടുന്ന ടാസ്ക് ചെയ്ത് കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടല്ലോ, അഥവാ റിസൾട്ട് ഉണ്ടാവല്ലോ, ആ റിസൾട്ട് ഇവിടെ റിട്ടേൺ ചെയ്യും. വെച്ചാല് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ഒരാള് ഈ ഒരു പാരാമീറ്റർ വെച്ച് കോൾ ചെയ്താൽ ആ ഒരു ഫംഗ്ഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ഡാറ്റ, അതിന് റിസൾട്ട് ഡാറ്റ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്തത്. ഈ ഒരു ഇത് കാണാൻ പറ്റും. എന്താ ചെയ്തത്, മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ഫംഗ്ഷൻ ആണ്. എന്ത് ചെയ്തു, എക്സും വൈയും ഡിഫൈൻ ചെയ്തു, കാൽക്കുലേറ്റ് എന്നത് ഈക്വൽ ടു പ്രാക്ടീസ് ഫംഗ്ഷൻ. വെച്ചാൽ ഈ ഒരു പ്രാക്ടീസ് ഫംഗ്ഷൻ എന്താ ചെയ്യുക, ഈ ഒരു എക്സിനെയും വൈനെയും പാരാമീറ്റർ ആയിട്ട് നമ്മൾ കൊടുത്തു, ഇവർ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തു, റിട്ടേൺ ചെയ്തു. ഈ ആൻസർ നമ്മൾ എന്താക്കി, നേരെ സ്റ്റോറേജ് ഏതിലേക്കാണ്, കാൽക്കുലേറ്റ് എന്നുള്ള ഒരു വേരിയബിളിലേക്കാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്തു. ഇതാണ് ആക്ച്വലി ആ ഒരു ഫംഗ്ഷന്റെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ ഇതാ കാണാൻ പറ്റും, ഇതവിടെ മൾട്ടിപ്ലിക്കേഷൻ അതേപോലെ തന്നെ ഇവിടെ കോൾ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതിപ്പോ നിങ്ങൾക്ക് ഇതിപ്പം വേറെ എന്താണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുക. ഓക്കെ, ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് നോക്കാം. എന്ന് വെച്ചാൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഈ പൈത്തണിൽ ഓൾറെഡി കുറെ ഫംഗ്ഷൻസ് ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം 2 നമ്പർ, ഈ 2 നമ്പറിൽ ഏതാണ് ബിൽഡ് എന്നുള്ളത് നോക്കണം. നമ്മൾ മെയിൻലി എന്ത് ചെയ്യണം, നമുക്ക് ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യണം. പക്ഷേ ഈ ഫംഗ്ഷനിൽ ഓൾറെഡി ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പൊ കണ്ടോ, പ്രിന്റ് ആ കിട്ടുന്ന ആ ഒരു ഫംഗ്ഷന് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഞാൻ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യുന്നത്. മാക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ മാക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതാ മാക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷനിൽ എന്തൊക്കെയാ വേണ്ടി, ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2. അത് അതിന്റെ പാരാമീറ്റേഴ്സ് ഇതാണ്, ആർഗ്യുമെന്റ് 1ഉം ആർഗ്യുമെന്റ് 2. ഇതാണ് എന്ത് റിക്വയർഡ് പാരാമീറ്റേഴ്സ്. ഓക്കെ, എന്ത് ചെയ്യാം, അത് നമുക്ക് രണ്ടും പാസ് ചെയ്യാം.
1 2 ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയേ എന്താ കിട്ടുന്നത് 2 ആണ് കിട്ടുന്നത് ഓക്കെ 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 കണ്ടോ ഇവിടെ എന്താ കിട്ടുന്നത് ഇതിൽ നിന്ന് ഇതൊരു ഫംഗ്ഷൻ ആണ് ആ ഫംഗ്ഷൻ ആണ് റിട്ടേൺ ചെയ്യുന്നത് 1 2 വെച്ചാൽ ഇതിൽ ഏറ്റവും വലുത് ഏതാണ് 2 ആണ് ആ 2 ഞാൻ റിട്ടേൺ ചെയ്യും ഇപ്പൊ മിന്നിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാ ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ അഥവാ 1 ഇതാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അതേപോലത്തെ ഫംഗ്ഷൻ ഇൻ മൊഡ്യൂൾസ് വെച്ചാല് ഇവിടെ മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് വെച്ചാല് ഈ നമുക്ക് ഒരു പേർട്ടിക്കൽ ആയിട്ട് ഫയലിൽ നമുക്ക് എന്ത് ചെയ്യാം കുറെ ഫംഗ്ഷൻസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റും ആ ഇമ്പോർട്ടിന്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം ഓക്കെ പിന്നീട് പറയും അതാണ് ഫംഗ്ഷൻ ഇൻ മൊഡ്യൂൾ ആ സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളൂ ഫംഗ്ഷൻ ഇൻ മൊഡ്യൂൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ നേരത്തെ കാണിച്ചത് അഥവാ ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷൻ ആണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇത്രയാണ് എന്ത് വരുന്നത് നമ്മൾ ഈ ഒരു പൈത്തൺ ഡെഫിനിഷനിൽ വരുന്നത് സോ നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യാ ഞാനൊന്ന് ഇതിന്റെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇത്രയും പഠിച്ച സംഭവം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം സോ നമുക്ക് നേരെ ഐഡിയയിലേക്ക് പോകാം സോ ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് എഴുതി റൈറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ ഫൈൻഡ് ദ മീൻ ഓഫ് ലിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ലൈൻ ഓഫ് കോഡ് വായിക്കുന്നത് മനസ്സിലായി ഈ ഇവിടെയുള്ള കോഡ് എന്തിനാണ് മീൻ കണ്ടുപിടിക്കാനാണ് ഇവിടെ ആക്ച്വലി സം ആണ് കേട്ടോ മീൻ എന്ന് പറയുമ്പോൾ മീൻ ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ LN ഓഫ് മനസ്സിലായോ സംഭവം എന്താണെന്നുള്ളത് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്ന സം എടുത്തിട്ട് അതിന്റെ ടോട്ടൽ ലെങ്ത് അല്ലേ സം ഇതാണ് ടോട്ടൽ ലെങ്ത് ഇട്ടാണ് LN ഓഫ് നമ്പേഴ്സ് നമ്മളോട് പറഞ്ഞായിരുന്നല്ലോ ഓക്കെ ഈ ഒരു സെറ്റ് ഓഫ് കോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു സെറ്റ് ഓഫ് കോഡ് എന്താണ് ഞാൻ എൻ്റെ ഒരു പ്രൊജക്റ്റിൽ ഞാൻ ഈ ഒരു സംഭവം ഒരു പെർട്ടിക്കുലർ ലിസ്റ്റിന്റെ ഐ മീൻ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ലൈൻ ഓഫ് കോഡ് അഥവാ ഇപ്പോഴത്തെ ലൈൻ ഓഫ് കോഡ് എടുക്കുന്നുണ്ട് 1 2 3 4 അല്ല ഇപ്പൊ ലോജിക്കലി ഇവിടെ എന്താണ് 1 2 3 മൂന്ന് ലൈൻ ഓഫ് കോഡാണ് എടുക്കുന്നത് ഇത് ആക്ച്വലി ഡിക്ലറേഷൻ അല്ലേ ഈ 3 ലൈൻ ഓഫ് കോഡ് എന്തുണ്ട് ഈ ഒരു മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതേ ഒരു സംഭവം ഈ ഒരു മീൻ കണ്ടുപിടിക്കുന്നത് ഞാൻ ഓൾറെഡി ഈ സെയിം പ്രൊജക്റ്റിൽ തന്നെ വേറെ എവിടെയും യൂസ് ചെയ്യുന്നുണ്ട് അഥവാ ഈ ഒരു സെയിം സാധനം ഞാൻ പ്രൊജക്റ്റിൽ വേറെ ഏതൊരു ഫയലിലാണെങ്കിലും സെയിം ഐ മീൻ ഫയലിലാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ ഇവിടെ ആക്ച്വലി ഞാൻ വീണ്ടും ആ സെയിം കോഡ് വീണ്ടും എഴുതുവാണ് ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് പറഞ്ഞത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണെന്നുള്ളത് അഥവാ റിപ്പീറ്റ് ആയിട്ട് ഒരു സംഭവം ചെയ്യുമ്പോൾ അത് ഫംഗ്ഷനായി കൺവേർട്ട് ചെയ്തിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാം ഇത് നോക്കോ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു സെയിം സാധനം ഫംഗ്ഷൻ ആയി കൺവേർട്ട് ചെയ്ത് എന്ത് ഫൈൻഡ് മീൻ എന്ത് ചെയ്യും മീൻ കണ്ടുപിടിക്കണം നംസ് നമുക്ക് എന്തൊക്കെയാണ് നംസ് നമുക്ക് ഇവിടെ ആക്ച്വലി ഓപ്പറേറ്റ് ഇവിടെ ഈ ഒരു മീൻ കണ്ടുപിടിക്കാൻ ആകെ വേണ്ട എന്താണ് ലിസ്റ്റ് ഓഫ് നമ്പർ ആ നമ്പർ നമുക്ക് ഇവിടെ ആവശ്യമില്ല നംസ് എന്ന് കൊടുത്തു പിന്നെ നമ്മൾ എന്ത് ചെയ്തു സമ്മ് ഇത് ഓൾറെഡി അറിയാലോ സമ്മ് ഡിക്ലെയർ ചെയ്തു സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സമ്മ് ഇനീഷ്യലി നമ്മൾ സമ്മ് ഡിക്ലെയർ ചെയ്തു അതിലെന്താക്കും ഇതിലത്തെ ഈ നംസിൽ ഓരോ നമ്പർ എന്ത് ആഡ് ഓൺ ചെയ്തു അപ്പൊ എന്ത് കിട്ടും നമുക്ക് സമ്മ് കിട്ടും ഓക്കെ ഈ സമ്മ് കിട്ടിയല്ലോ ഇനി എന്ത് ചെയ്താൽ മതി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം മീനും കണ്ടുപിടിക്കാം മീൻ ഈക്വൽ ടു എസ് ഡിവൈഡ് നംസ് ഓക്കെ നമുക്ക് എന്തായി മീൻ കിട്ടി ഈ മീൻ നമ്മൾ റിട്ടേൺ ചെയ്തു അപ്പൊ എന്താ ഈ ഒരു ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് ലിസ്റ്റിനെ പാരാമീറ്റർ ആയിട്ട് വാങ്ങുന്നു അതിനെ മീൻ കണ്ടുപിടിക്കുന്നു റിട്ടേൺ ചെയ്യുന്നു ഇനി ഈ ഒരു സെയിം സെറ്റ് ഓഫ് കോഡ് എനിക്ക് വേറെ ഏത് പൈത്തണിൽ എന്റെ പ്രൊജക്റ്റിൽ എവിടെയെങ്കിലും എനിക്ക് യൂസ് ചെയ്യണം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഈ ജസ്റ്റ് ഇതിനെ കോൾ ചെയ്താൽ മതി വെയിറ്റ് ഇതാ ജസ്റ്റ് ഈ ഒരു നംസ മോഡൽ ഡിഫൈൻ ചെയ്യും ഈ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡിൽ എനിക്ക് എന്ത് കിട്ടും എനിക്ക് ഇതിന് മീൻ കിട്ടും ഓക്കെ ഇപ്പൊ ഞാനിത് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു പ്രിന്റിലേക്ക് കൊടുത്തിട്ട് അത് ഇത് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം റിസൾട്ട് ഈക്വൽ ടു എന്ത് ചെയ്യാം ഫൈൻഡ് മീൻ കണ്ടുപിടിച്ചിട്ട് നംസ് കൊടുക്കാം എന്നിട്ട് ഈ റെസ് എന്ത് ചെയ്യാം നമുക്ക് അഥവാ റിസൾട്ട് എന്ത് ചെയ്യാം നമുക്ക് പ്രിന്റ് ചെയ്യാം ഇതെല്ലാം ഇത് പ്രിന്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്താൽ തിരിയും 5.0 ഇനി എനിക്ക് ഇപ്പൊ വീണ്ടും എനിക്ക് ഈ ഫൈൻഡ് മീൻ എന്നുള്ളത് അഥവാ ഒരു ലിസ്റ്റിന് മീൻ കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി വീണ്ടും എനിക്ക് എന്ത് ചെയ്താൽ മതി ആ ഫയൽ എവിടെയെങ്കിലും പോയിട്ട് വേണമെങ്കിൽ അവിടെ വീണ്ടും ആ നമ്പേഴ്സ് യൂസ് ചെയ്താൽ മതി സോ സിംഗിൾ ലൈൻ എന്തായി എനിക്ക് ഈ ഒരു സെയിം ലോജിക്ക് എനിക്ക് അഥവാ ഈ ടാസ്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ആണെങ്കിൽ ഞാൻ വീണ്ടും ഈ ഒരു സംഭവം എഴുതിക്കൊണ്ടേ ഇരിക്കണം സോ അതാണ് ഇവിടെ ആക്ച്വലി ഫംഗ്ഷനിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് ഓക്കെ ഇനിയിപ്പോ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനുണ്ട് ഓക്കെ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മൾട്ടിപ്പിൾ റിട്ടേൺസ് ആണ് എനിക്ക് ഈ ഒരു PPT കാണാൻ പറ്റും മൾട്ടിപ്പിൾ റിട്ടേൺസ് ഉണ്ട് അതെന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ ഒരു അത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു പേർട്ടിലേജ് ഫംഗ്ഷൻ എന്ത് ചെയ്യണം ഒരു ഒന്നിൽ കൂടുതൽ റിട്ടേൺ വാല്യൂ ഐ മീൻ റിട്ടേൺ ചെയ്യണം ചിലപ്പോൾ ഇവിടെ മീൻ അഥവാ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് അതുപോലെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് റിട്ടേൺ ചെയ്യണം അതിനെന്താ ചെയ്യാന്നുള്ളതാണ്
അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഫംഗ്ഷനെ മാറ്റാൻ പോകണം. കാരണം ഇവിടെ ഫൈൻഡ് മീൻ എന്നത് എന്താണ്, ഇതിൽ ഒരു മീൻ കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. എനിക്ക് ഇവിടെ എന്താണ്, ഞാൻ വേറെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ സിന്റാക്സ് ഡിഫൈൻ ഫൈൻഡ് മീൻ സം. വെച്ചാല് മീനും കിട്ടണം, അതേപോലെ തന്നെ സമ്മും കിട്ടണം, രണ്ടും കിട്ടണം. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഞാൻ എന്ത് ചെയ്ത് എനിക്ക് ഈ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഡാറ്റനെ ഞാൻ എന്ത് ചെയ്തു, പാരാമീറ്റർ ആയിട്ട് കൊടുത്തു. ഇത് എന്ത് ചെയ്തു, ഈ സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, സമ്മ് കണ്ടുപിടിച്ചു, മീൻ കണ്ടുപിടിച്ചു. ഇവിടെ എന്താ ചെയ്യുന്നത്, ഞാൻ ഇവിടെ എന്താണ് ഈ ഡിഫറൻസ് എന്താണ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മീനും റിട്ടേൺ ചെയ്യും, അതേപോലത്തെ സമ്മും റിട്ടേൺ ചെയ്യും. മനസ്സിലായോ, മീനും സമ്മും ഒന്നിച്ച് റിട്ടേൺ ചെയ്യും. സമ്മല്ലേ, എസ് ആണല്ലോ. ഞാൻ മീനും സമ്മും ഒന്നിച്ച് റിട്ടേൺ ചെയ്യാൻ പോകണം. ഇവിടെയാണ് ഈ മൾട്ടിപ്പിൾ റിട്ടേൺസിന്റെ കോൺസെപ്റ്റ് വരുന്നത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഒരു നംസ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിനെ കോൾ ചെയ്താൽ മതി, ഫൈൻഡ് മീൻ സമ്മ്. ഇത് എന്ത് ചെയ്യുന്നു, ഞാൻ നംസിനെ കോൾ ചെയ്യുന്നു, നംസ്. ഓക്കെ, നംസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, രണ്ട് വേരിയബിൾ സ്റ്റോർ ചെയ്യണം. രണ്ട് വേരിയബിൾ സ്റ്റോർ ചെയ്യണം. അപ്പൊ എന്താ, ഞാൻ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. അഥവാ ആൻസർ റിസൾട്ട് മീൻ. കാരണം മീനാണ് ഫസ്റ്റ് വരുന്ന ഇത്, മീനാണല്ലോ ഫസ്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്തത്. സോ ഫസ്റ്റിൽ മീനിലേക്ക് കയറും. അതേപോലെ തന്നെ റിസൾട്ട് സമ്മ്. കണ്ടോ, ഇതാണ് സംഭവിക്കുന്നത്. ഈ ഇതിൽ നിന്ന് കിട്ടുന്ന രണ്ട് റിട്ടേൺസ് ഉണ്ട്. ആ രണ്ട് റിട്ടേൺസ് ഏതിലേക്ക് പോകും, ഒന്ന് നേരെ ഈ മീനിലുള്ളത് നേരെ മീനിലേക്ക് പോകും, സമ്മ് എന്നുള്ളത് നേരെ സമ്മിലേക്ക് കയറും. ഈ രണ്ട് വേരിയബിളിലേക്ക് അത് കയറും. ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാ, സമ്മ് സമ്മീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിസൾട്ട് സമ്മ് ആൻഡ് മീൻ ഈസ് എന്ത് ചെയ്യാം, നമുക്ക് റിസൾട്ട് മീൻ കൊടുക്കാം. ഓക്കെ, സം ഈസ് 45 ആൻഡ് മീൻ ഈസ് 5.0. കണ്ടോ, എന്നുവെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഭവം റിട്ടേൺ ചെയ്യാൻ പറ്റും. അതാണ് എന്ത്, മൾട്ടിപ്പിൾ റിട്ടേൺസിന്റെ കൺസെപ്റ്റ് ഈ ഒരു രീതിയിൽ റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ ആക്ച്വലി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ ഇത് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു വാല്യൂ ഞാൻ ആക്സസ് ചെയ്യുന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് മിനിറ്റ്, ഇതിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള എറർ വരുന്നത്. കാരണം ഇവിടെ ഈ ഒരു ഡിഫൈൻ ചെയ്യാത്ത വേരിയബിൾ ആക്സസ് ചെയ്യുമ്പോൾ ഈ ഒരു എറർ വരും, നെയിം എറർ. റിസൾട്ട് മീൻ നോട്ട് ഡിഫൈൻഡ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇവിടെ ആക്ച്വലി എന്താണ് കിട്ടുന്നത്, ഇവര് ആക്ച്വലി ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ലിസ്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അഥവാ വെച്ചാൽ നമ്മൾ ടപ്പിൾ ഉണ്ട്, ടപ്പിളോ ലിസ്റ്റ് ഏത് കൺസിഡറേഷൻ കൊടുക്കാം എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും, ഒരു ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ ആണെങ്കിൽ 5 എന്നുള്ളതും അതേപോലെ തന്നെ 45 എന്നുള്ളതും ഈ ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഈ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ ഉണ്ടാവുക, ഇവിടെ ആക്ച്വലി റിട്ടേൺ ചെയ്താൽ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താ പറയുന്നത്, എന്തായിരിക്കും ഇവിടെ വരിക, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഇവിടെയാണ്, പക്ഷെ ഇത് റീപ്ലേസ് ചെയ്തിട്ട് വരുന്ന വാല്യൂ ആയിരിക്കും ഇതിൽ റിട്ടേൺ വാല്യൂ. സോ ഇവിടെ എന്ത് വരും, ഇവിടെ ആക്ച്വലി ഇതാണ് വരിക. ഓക്കെ, ഇത് നേരെ എന്ത് ചെയ്യും, റിസൾട്ട് സമ്മിലേക്ക് സ്റ്റോർ ചെയ്യും. അതാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഇനി അല്ല എങ്കിൽ ഞാൻ ഇവിടെ എന്താ കൊടുക്കുവാണ്, ഞാൻ ഇവിടെ റിസൾട്ട് മീനും കൂടി കൊടുക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒന്നാമത്തെ വാല്യൂ നേരെ ഈ സമ്മിലേക്ക് കയറും, രണ്ടാമത്തെ വാല്യൂ നേരെ ഈ ഒരു മീനിലേക്ക് കയറും. മനസ്സിലായോ? ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഇവിടെ വേറെ നമ്പർ 35 കൊണ്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, റസ് 3 കൊടുത്തു. എന്ത് ചെയ്യും, ഒന്നാമത്തെ വാല്യൂ ഒന്നിലേക്ക്, രണ്ടാമത്തെ വാല്യൂ ഒന്നിലേക്ക്. ഇനിയിപ്പോ ഞാൻ ഇവിടെ കൊടുക്കണ്ടോ, ഇവിടെ മേ ബി ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, നോട്ട് ഇനഫ് വാല്യൂ ടു അൺപാക്ക്. വെച്ചാല് ഈ ഒരു ടപ്പിൽ നിന്ന് അൺപാക്ക് ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഇതില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഇഷ്യൂ കൂടിയും വരും. വേറെ സംഭവം കാണിച്ചതാ, പക്ഷെ കണ്ടോ, ടു മെനി വാല്യൂസ് ടു അൺപാക്ക്. വെച്ചാൽ ഇവിടെ രണ്ടെണ്ണം ഐ മീൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ലോ, വേരിയബിൾ ഇല്ലോ, പക്ഷെ ഇവിടെ മൂന്നെണ്ണം ഉണ്ട്. സോ ടു മെനി അൺപാക്ക് ചെയ്യാൻ ഇനിയും ഒരു വാരിയബിൾ ഇത് ബാക്കി, ഐ മീൻ ബാലൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഒരു ഇതും കൂടി നമ്മൾ അസൈൻ ചെയ്യേണ്ടി വരും, ഒരു വേരിയബിൾ കൊടുക്കേണ്ടി വരും. പിന്നെയാണ് ഇത് സെയിം രീതിയിൽ തന്നെയാണ് ലിസ്റ്റിലും വരും കേട്ടോ. ഈ ലിസ്റ്റിലും സെയിം സംഭവം തന്നെയാണ്, കൺസെപ്റ്റ് തന്നെയാണ് വരുന്നുണ്ട്. ഓക്കെ, ഇതാ കണ്ടോ, സമ്മ് 5. ഇപ്പൊ റിസൾട്ട് സമ്മ കൊടുത്തിട്ട്, ഇപ്പൊ റിസൾട്ട് മീൻ കൊടുത്താൽ എന്ത് വരും, 45 വരണം, 45 ആണ്. അത് റിസൾട്ട് മീൻ 3 കൊടുത്താൽ എന്ത് വരും, 35 വരും. കണ്ടോ, വെച്ചാൽ ഇതിനെ സബ്സ്ക്രിപ്റ്റ് ചെയ്താണ്. ഓക്കെ, പിന്നെയാണ് സംഭവം വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക, ഇത് കുറച്ചും കൂടി നല്ലൊരു ടോപ്പിക് ആണ്. ഈ ഒരു സംഭവം, ഈ ഒരു സെയിം കൺസെപ്റ്റ് ആണ് ഏതിൽ വരുന്നത്, നമ്മൾ ഈ ഒരു റിട്ടേണിൽ വരുന്ന സംഭവം കൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഓക്കെ,
അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന റിട്ടേൺ എന്തായിരിക്കും? ഇവിടുന്ന് കിട്ടുന്ന റിട്ടേൺ രണ്ടെണ്ണമായിരിക്കും. അഥവാ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5ഉം 45ഉം ആണെങ്കിൽ ആ രണ്ടെണ്ണം ഏതിലേക്ക് കയറും? എൻ്റർ ചെയ്യും, അസൈൻ ചെയ്യും ഈ ഒന്നാമത്തെ രണ്ടാമത്തെ. അഥവാ ഒന്നേ കൊടുത്തിട്ട് എന്തായി മാറും? ഈ ഒരു എൻ്റയർ ടപ്പിൾസ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യും, റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ഇതാണ് മൾട്ടിപ്പിൾ റിട്ടേൺസിന്റെ കോൺസെപ്റ്റ് ഇൻ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഈ പാരാമീറ്റേഴ്സ് കൊടുത്തു. ഇനി നമുക്ക് ഈ പാരാമീറ്റേഴ്സ്, ചില പാരാമീറ്റേഴ്സ് നമുക്ക് റിക്വയർഡ് ആക്കണം അല്ലെങ്കിൽ ഓപ്ഷണൽ ആക്കണം. വെച്ചാൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പം ഇവിടെ ഈ ഒരു നംസ് എന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഓപ്ഷണൽ ആക്കാം. വെച്ചാൽ ഈ ഒരു നംസ് എന്നുള്ള ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കേസിൽ ഇപ്പൊ കണ്ടോ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ജസ്റ്റ് കണ്ടോളി, ഫൈൻഡ് മീൻ സം എന്നിട്ട് ജസ്റ്റ് കോൾ ചെയ്തു. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ഞാനിവിടെ പാസ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ നമ്മൾ പാരാമീറ്റർ കൊടുക്കുമ്പോൾ അത് റിക്വയർഡ് ആണ്. കാരണം ഇതിനൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ഇല്ല. ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ കണ്ടോ കണ്ടോ ഫൈൻഡ് മെയിൻ മിസ്സിംഗ് വൺ റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെന്റ് കണ്ടോ, നമ്മളത് കൊടുത്തിട്ടില്ല. സോ ഇതെന്താണ്, ഈ ഒരു നംസ് എന്നുള്ളത് റിക്വയർഡ് ആണ്. വെച്ചാൽ ഇത് ഈ ഒരു പാരാമീറ്റർ, ഈ ഒരു വാല്യൂ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പാരാമീറ്റർ ആയിട്ട് കൊടുത്തേ പറ്റൂ. അതാണ് റിക്വയർഡ് എന്നുള്ളത്. സോ പക്ഷേ കാരണം എന്തുകൊണ്ടാണ് റിക്വയർഡ് ആകാൻ കാരണം, ഈ നംസിന് ഒരു പേർട്ടിക്കുലർ ഒരു ഡിഫോൾട്ട് വാല്യൂ ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഡിഫോൾട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുവാണ്, ഇപ്പോൾ വൺ ടു 3 4 5 ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, അറേഞ്ച് യൂസ് അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യും. ഓക്കെ, ഇപ്പോൾ എന്താ ആക്ച്വലി ഈ നംസിന് ഓൾറെഡി ഒരു ഡിഫോൾട്ട് വാല്യൂ ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു ഏത് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി ഞാൻ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫംഗ്ഷനിൽ ആ ഒരു ആ ഒരു ലിസ്റ്റ് ഓഫ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ചെയ്യേണ്ട മീൻ ഫൈൻഡ് ചെയ്യേണ്ട ഫംഗ്ഷൻ അഥവാ ഫംഗ്ഷൻ അല്ല ലിസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, അഥവാ കൊടുത്താൽ എന്ത് ചെയ്യും, നമ്മൾ ഈ കൊടുത്ത വാല്യൂ തന്നെ യൂസ് ചെയ്യും. ഇതിനാണ് പ്രയോറിറ്റി കൂടുതൽ, കൊടുത്ത വാല്യൂ യൂസ് ചെയ്യും. അഥവാ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്ത ഡിഫോൾട്ട് വാല്യൂ അത് യൂസ് ചെയ്യും. ജസ്റ്റ് നോക്കാം, നമുക്ക് സേവ് ചെയ്തിട്ട് ജസ്റ്റ് റൺ ചെയ്യാം. കാണോ, നമ്മൾ നേരത്തെ നമുക്ക് ഈ ഒരു എറർ കിട്ടി, പക്ഷെ ഇപ്പൊ നോക്കാൻ കാണാം നമുക്ക് 5.0 എന്നൊക്കെ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ഈ പാരാമീറ്ററിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള സംഭവം, ഡിഫോൾട്ട് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അതെന്തായിരിക്കും, എപ്പോഴും ഓപ്ഷണൽ ആയിരിക്കും, കൊടുക്കാം കൊടുക്കാണ്ടിരിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം ഇവിടെ ഒരു വേറെ വാല്യൂ ഉണ്ട്, ഐ മീൻ P2 എന്ന് പറഞ്ഞൊരു പാരാമീറ്ററും കൂടി ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ ഓക്കെ P2 P2 plus equal to 1. ഓക്കെ, ഇവിടെ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, കൊടുത്തു വിചാരിക്കും. ഇനിഷ്യലി നമുക്ക് നണ്ണ് കൊടുത്തു. ഇവിടെ എനിക്ക് ഈ ഒരു P2 എന്നുള്ള സംഭവം ഞാൻ ആക്ച്വലി വെറുതെ ഞാനിപ്പോ നിങ്ങളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് P2 കൊടുത്താൽ നമ്മൾ ഇവിടെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നത്. ഓക്കെ, ഈ P2 എന്നുള്ള സംഭവം, ഈ P2 എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ പാസ് ചെയ്യണം. പക്ഷെ ഞാൻ ഒന്നാമത്തത് കൊടുത്തില്ല, ഒന്നാമത്തത് ഞാൻ കൊടുക്കുന്നില്ല. ഒന്നാമത്തത് അതിന് ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ തന്നെ യൂസ് ചെയ്തോട്ടെ, പക്ഷെ P2 എന്നുള്ള എനിക്കൊരു വാല്യൂ കൊടുക്കണം. അപ്പൊ അതെങ്ങനെയാ കൊടുക്കുക, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷനിൽ കൊടുത്ത നെയിം ഉണ്ടല്ലോ അതിന് ആ ഒരു നെയിമിനെ കോൾ ചെയ്യാൻ പറ്റും. അഥവാ P2 ഈക്വൽ ടു 10 എന്നുള്ള കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അഥവാ ഇങ്ങനെ P2 എന്നുള്ളത് 10 കൊടുക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കുന്ന വെച്ചറിയാ, ഈ ഫസ്റ്റത്തത് പാരാമീറ്റർ നിങ്ങൾ നെയിം അഥവാ പാരാമീറ്റർ നെയിം മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് നേരെ പോകുന്നത് ഫസ്റ്റിലേക്ക് അസൈൻ ചെയ്യുക. ഇതെന്ത് ചെയ്യും, എറർ നമുക്ക് കിട്ടും. കണ്ടോളി, കണ്ടോ, ഇൻ ദ ഒബ്ജക്ട് ഈസ് നോട്ട് ഐറ്ററബിൾ. കാരണം ഇവിടെ 10 ആ കൊടുത്തില്ലേ, നംസിലേക്ക് 10 സ്റ്റോർ ചെയ്തു. കാരണം ഞാൻ 10 എന്നുള്ള ഫസ്റ്റ് കൊടുത്തു, അപ്പം ഈ ഫസ്റ്റിലേക്ക് ഇത് അസൈൻ ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് ഈ എറർ വരാൻ കാരണം, കാരണം ഫോർ ഇൻ നംസ്, ഫോർ എന്താണ് എപ്പോഴും ഒരു ലിസ്റ്റിലൂടെയാണ് അത് ഐട്രേറ്റ് ചെയ്ത് പോവുക. ഈ ഇന്റീജറിലേക്ക് ഒരിക്കലും ഐട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ കാണിച്ചത് ഇൻഡോ ഒബ്ജക്റ്റിലേക്ക് നോട്ട് ഐട്രബിൾ എന്നുള്ളത്. സോ അതാണ് ഇത് ഇവിടെ ഒരു എറർ എന്നുള്ള സംഭവം. ഓക്കെ, ഇവിടെ ആക്ച്വലി എന്താണ് സംഭവം, ഈ P2 നിങ്ങൾക്കൊരു വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ P2 നിങ്ങൾ സെപ്പറേറ്റ് കോൾ ചെയ്യണം. ഓക്കെ, അതും കൂടി ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഡയറക്റ്റ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ടി വരും. വെച്ചാൽ ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നംസ് എന്നുള്ളത് കൊടുത്തു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 കൊടുത്താൽ എന്താ സംഭവിക്കുക,
ഈ പീക്കിലേക്ക് ഇത് അസൈൻ ചെയ്ത് പോകും. ഈ രണ്ടാമത്തേലേക്ക് ഒന്നാമത്തേലേക്കും. ഇപ്പൊ ഇത് ഒന്ന് മാത്രം കൊടുക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് അതിനെ കോൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ എല്ലാ പാരാമീറ്ററും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒറ്റ ലൈനിൽ തന്നെ കൊടുക്കുക. എന്ത് ചെയ്യണ്ട? പാരാമീറ്ററിന്റെ നെയിം കോൾ ചെയ്യണ്ട. അഥവാ നിങ്ങൾക്ക് ചില പാരാമീറ്റർ കൊടുക്കണ്ട, ചില പാരാമീറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഐ മീൻ വേറെ വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആ ഒരു പാരാമീറ്റർ നെയിം അവിടെ കോൾ ചെയ്തിരിക്കണം. ഇതാണ് ഇവിടെ നമ്മൾ ഐ മീൻ ഫംഗ്ഷനിൽ പാരാമീറ്റർ ഓപ്ഷനിലും റിക്വയർഡ് ആക്കുന്നത്. ഓക്കെ, റിക്വയർഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ ഒരു സംഭവം റിമൂവ് ചെയ്താൽ മതി. ഈ ഒരു സംഭവം റിമൂവ് ചെയ്താൽ മതി. അതിന് ഡിഫോൾട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ കണ്ടോ? ടു പരാമീറ്റർ, ടു മിസ്സിംഗ് ആർഗ്യുമെന്റ്. കാരണം ഇത് രണ്ടും എന്താണ് ഇപ്പം ഐ മീൻ റിക്വയർഡ് ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇതിന് 2 കൊടുത്തു, എന്നിട്ട് റൺ ചെയ്താൽ എന്താണിക്കും? ഇവിടെ ഇപ്പോ 12 ഉണ്ടായി, ഇപ്പൊ എന്തായി 1 ആയി മാറി. കാരണം എന്താ? P2 എന്താണ് ഓൾറെഡി ഇപ്പൊ എന്താണ് ഡിഫോൾട്ട് വാല്യൂ 2 ഡിഫോൾട്ട് വാല്യൂ ഉണ്ട്. ഓക്കെ, ഇതാണ് ആക്ച്വലി പൈത്തണിലെ ഫംഗ്ഷനിൽ നമ്മൾ പാരാമീറ്റർ എന്ത് ചെയ്യുന്നത്? ഓപ്ഷണൽ റിക്വയർഡ് ആക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മുമ്പ് ഈ ക്ലാസ് തുടങ്ങുന്ന മുമ്പ് ഒരു കമാൻഡ് എന്നൊക്കെയുള്ള സംഭവം പഠിച്ചായിരുന്നു, സിംഗിൾ ലൈൻ മൾട്ടിപ്പിൾ ലൈൻ. അത് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ ഇവിടെ ഒരു ചെറിയ യൂസ് കേസ് ഉണ്ട് ആ ഒരു കമാൻഡ് വെച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ഞാൻ കാണാത്തടുത്താണ് ഇപ്പൊ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇത് വേറൊരു മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫയൽ നമ്മൾ ഇപ്പം എക്സാമ്പിൾ ഇപ്പൊ ഞാൻ വേറെ ഫയലിന്റെ ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് ഫംഗ്ഷൻസ് യൂസ് ചെയ്യും. സോ ആ ഒരു കേസിൽ നമുക്ക് ചില സമയം ഫംഗ്ഷൻസ് പ്രോപ്പർ ആയിട്ടുള്ള പാരാമീറ്റേഴ്സും കാര്യങ്ങളും പ്രോപ്പർലി അറിയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു കേസിൽ പൊതുവെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് അവിടെ അതിന് ഡീറ്റെയിൽസ് ഒരു സ്ട്രിങ് പോലെ കൊടുക്കും. അതൊരു കമാൻഡ് ആയിരിക്കും. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ജസ്റ്റ് ഈ മൗസ് ഹവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഇത്രയും കാണാൻ പറ്റില്ല. എന്തുണ്ട്? ഈ ഒരു നംസ് പീട്ട് ഇങ്ങനെ ഈ ഒരു സംഭവം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഇത് നമുക്ക് ഡീപ്പായിട്ട് പറയാൻ പറ്റും. വെച്ചാൽ ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാൻ പറ്റും. കുറച്ചും കൂടി നമുക്ക് നമ്മൾ നോർമൽ ആയിട്ടുള്ള ടോക്ക് പോലെ നമുക്ക് ടെക്സ്റ്റ് പോലെ നമുക്ക് കാണിക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നമ്മൾ നേരത്തെ പഠിച്ച കമാൻഡ് അത് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ഞാൻ മൾട്ടിപ്പിൾ കമാൻഡ്സ് ആണ് യൂസ് ചെയ്യുക. ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ അവിടെ ദിസ് ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ മീൻ ആൻഡ് സം, അതിൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, നംസ് എന്നതാണ്. ആ ഒരു രീതിയിൽ നമുക്ക് ഇത് കൊടുക്കാം. ഇനിയിപ്പം നെക്സ്റ്റ് ഞാനിപ്പം ആ ഒരു ഫംഗ്ഷനിലേക്ക് ജസ്റ്റ് ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ആ ഫംഗ്ഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് പൊതുവെ ഒരു ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ വലിയ വലിയ ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെ കൊടുത്താൽ എന്താണ്? അപ്പം ആ ഒരു യൂസറിന് ഇപ്പം ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോകുന്ന ആ ഒരു യൂസറിന് എന്തായാലും വേണ്ടി കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇതെന്താ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടി. സോ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ ഈ ഫംഗ്ഷന്റെ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്യും. അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ വലിയ വലിയ ഫംഗ്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഈ ഒരു സംഭവം കുറച്ചും കൂടി ഫോളോ ചെയ്താൽ നിങ്ങൾ ആ ഒരു പൈത്തണിൽ ആ ഒരു നിങ്ങൾ ചെയ്യുന്ന കോഡ് കുറച്ചും സ്ട്രക്ചേർഡ് ആയിരിക്കും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന നെയിമിങ്ങിന്റെ സംഭവം, അതേപോലെ തന്നെ ഫംഗ്ഷന്റെ പേര്, അതേപോലെ തന്നെ ഇതേപോലെ ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വേറൊരു ടാസ്ക് ഞാൻ എഴുതുകയാണെങ്കിൽ ആ ഒരു ലോജിക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്താണ് ചെയ്യുന്നതില്ല അഥവാ നമ്മൾ ഈ കമാൻഡ് ഇട്ടിട്ട് കൊടുക്കുന്ന സംഭവം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോവുക. അത് കുറച്ചും കൂടി നല്ലൊരു പാറ്റേൺ ആണ് നിങ്ങളെ പൈത്തൺ സ്ട്രക്ചേർഡ് ആവാനും. ഓക്കെ, ഇതാണ് എനിക്കൊന്ന് മെൻഷൻ ചെയ്യാനുള്ളത് ഈ ഒരു കമാൻഡ് ഇൻ ഫംഗ്ഷൻ. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി കുറച്ച് വീഡിയോസ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാനുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനും ഫോർ ലൂപ്പും വൈൽ ലൂപ്പും പഠിച്ചാൽ പോലെ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, നമുക്കത് തറവാവില്ല. അതുപോലെ നമുക്ക് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രൊജക്ട് ചെയ്തേ പറ്റും. അല്ലാതെ ജസ്റ്റ് ഇത് വായിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് എന്താ സംഭവം പറയുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ നമുക്കത് കുറച്ചുകൂടി ഹാൻഡി ആയി മാറൂല, നമുക്ക് വേഗം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. സോ നെക്സ്റ്റ് വീഡിയോ മുതൽ ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ എന്തായിരിക്കും, കുറച്ച് പ്രൊജക്ട്സ് ആയിരിക്കും. നാളെയല്ല, നെക്സ്റ്റ് വീഡിയോ എന്തായിരിക്കും, ഞാൻ കാൽക്കുലേറ്റർ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഓൾറെഡി നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഐ മീൻ ലോജിക് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ട്രൈ ചെയ്ത് നോക്കുക. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ചെയ്തിട്ടുള്ള. ഓക്കെ,
വെച്ചാൽ ഈ ഒരു കമാൻഡ് ലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അല്ലാണ്ട് യൂസർ ഇന്റർഫേസ് ഒന്നും ഉണ്ടാവില്ല. അത് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, അത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ കാണാം. അതുവരേക്കും ബൈ.